ഒരു ശനിയാഴ്ച ദിവസം വെക്കേഷൻ അല്ലേ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയാലോ. പക്ഷെ അധികം പൈസ ആവരുത്. കുട്ടികളെന്തായാലും ട്രെയിനിലൊന്നും കയറിയിട്ട് അങ്ങനെ നിലമ്പൂർന്ന് ഷൊർണൂർക്ക് ട്രെയിനിൽ കയറാൻ പോകാൻ വിചാരിച്ചു. ഈ യാത്ര ഗേൾസ് ഓൺലി ആയതുകൊണ്ട് ബസ്സിലൊക്കെ കയറി പിടിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയത്. നട്ടുച്ചക്ക് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കിന് ആകെ തീരുമാനമായി. വൈകുന്നേരം 3 മണിന്റെ ട്രെയിനാണ് ഞങ്ങൾ കയറിയത്. കിയൊക്കെ ഫുൾ എക്സൈറ്റഡ് ആണ്. കണ്ടില്ലേ, ഓൻ ഓടിച്ചാടി നടക്കും. നിലമ്പൂരിന്ന് ഷൊർണൂരിലേക്കുള്ള ടിക്കറ്റ് വെറും 20 രൂപയുള്ളൂ. അങ്ങനെ ട്രെയിൻ എടുത്തിക്കണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ട്രെയിൻ ഇങ്ങനെ നീങ്ങി അങ്ങനെ നമ്മൾ വാണിയമ്പലത്തെത്തി. ഈ പറയുന്ന ഞാനും ഈ റൂട്ടിൽ ഫസ്റ്റ് ടൈം ആണ് ട്രെയിനിൽ പോകുന്നത്. മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് നിലമ്പൂർ ഷൊർണൂർ റൂട്ട് നല്ല ഭംഗിയാണ് കാണാനെന്നൊക്കെ. ഇപ്പൊ അതിന്റെ ഭംഗി ഇല്ലാതായത് മെയിനായിട്ട് മരങ്ങളൊക്കെ വെട്ടി. ഈ കാണുന്നതാണ് വാണിയമ്പലം പാറ. വേറൊരു ട്രെയിൻ വരുന്ന കാരണം ഇവിടെ കുറച്ചു നേരം ഈ ട്രെയിന് പിടിച്ചിട്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ വാണിയമ്പലം പാറ കാണാനായി. അങ്ങനെ ട്രെയിൻ മൂവിങ് ആയി. അതോടെ ഞങ്ങളെ തീറ്റയും തുടങ്ങി. യൂന് എന്തായാലും നല്ലോണം ഇഷ്ടമായിക്കണം. അങ്ങനെ 1.5 മണിക്കൂർ ട്രെയിനിൽ ഇരുന്നിട്ട് നമ്മൾ ഷൊർണൂർ എത്തിയിട്ട് എല്ലാവരും ക്ഷീണിച്ച കാരണം അവിടുന്ന് അവൽ മിൽക്കൊക്കെ കുടിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ അംഗസംഖ്യ കുറച്ചുള്ളത് കൊണ്ട് 2 ഓട്ടോയിലായിട്ടാണ് പോയത്. അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. എത്തിയപാടെ കണ്ടത് ഈ ഒരു കിളികൾ പറക്കുന്ന വ്യൂ ആണ്. പിന്നെ അസ്തമിക്കാൻ പോകുന്ന ഈ ഒരു സൂര്യനും. ഇത് നമ്മളെ ഭാരതപ്പുഴയാണ്. പുഴന്റെ നടുക്ക് കൂടെയുള്ള പാലത്തുമ്മ കൂടെ ട്രെയിന് പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ പുഴന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കുട്ടികളൊക്കെ കുറച്ചു നേരം കളിപ്പിച്ചതിന്റെ ശേഷം തിരിച്ചു പോകാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഷൊർണൂർന്ന് നിലമ്പൂർക്ക് പിന്നെ ട്രെയിൻ ഉള്ളത് രാത്രി 8 മണിക്കായിരുന്നു. ട്രെയിനിൽ കയറാനുള്ള പൂതിയൊക്കെ ഒരുവിധം എല്ലാവർക്കും മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ എടുത്തു. ഇനി നിലമ്പൂര് പോയിട്ട് ഇറങ്ങിയാൽ മതി. അത്രക്ക് ക്ഷീണുണ്ട്. അപ്പൊ ഓക്കെ കേട്ടോ.